ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു കിടക്ക രോഗി ഒരു കിടക്കയിൽ ഒരേ തരത്തിൽ കിടന്നാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രോബ്ലമാണ് ബെഡ് സോർ അല്ലെങ്കിൽ പ്രഷർ സോർ അല്ലെങ്കിൽ കിടക്കപ്പുണ്ണ്. അതെങ്ങനെ തടയാം, അതിന് കൊടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് ബാക്ക് കെയർ. ആ ബാക്ക് കെയർ എങ്ങനെയാണെന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ട സാമഗ്രികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു ബേസിനകത്ത് ചൂടുവെള്ളം അല്ലെങ്കിൽ തണുത്ത വെള്ളം രോഗിയുടെ ഇഷ്ടപ്രകാരവും സാഹചര്യം അനുസരിച്ചും, ഒരു സ്പഞ്ച് ക്ലോത്ത് ആ വെള്ളത്തിനകത്ത്, സോപ്പ്, ഒരു ടവൽ, പിന്നെ വേണ്ടത് മുറിവെണ്ണ. ഇത്രയും സാമഗ്രികളാണ് നമുക്ക് വേണ്ടത്. മാസ്ക് സാഹചര്യം അനുസരിച്ച് രോഗി ഹോസ്പിറ്റലിലോ മറ്റോ പോയിട്ട് വന്നിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മാസ്ക് ഉപയോഗിക്കണം, പ്രത്യേകിച്ച് ഇന്നത്തെ COVID-19 പശ്ചാത്തലത്തിൽ രോഗിയുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട്. അതുപോലെ ഇവിടെ ഈ റബ്ബർ ഷീറ്റ് ഉണ്ടെങ്കിൽ കിടപ്പ് രോഗി ആയതുകൊണ്ട് നമ്മളെപ്പോഴും ഈ റബ്ബർ ഷീറ്റ് വിരിക്കുന്നതാണ്, ഒരു ടവൽ വിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ ഈ വെള്ളത്തിൽ ഈ സ്പഞ്ച് ക്ലോത്ത് മുക്കി സോപ്പ് തേച്ച് നമ്മളിവിടെ മുഴുവൻ ഒന്ന് ക്ലീൻ ചെയ്യാണ്, വാഷ് ചെയ്യാണ്, നല്ലതുപോലെ സോപ്പിട്ട് വൃത്തിയാക്കുക. എപ്പോഴും നമ്മൾ ഈ ബട്ടക്ക് ഏരിയ കുറച്ചുകൂടെ എക്സ്പോസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഈ രണ്ട് ബട്ടക്കും ഉൾപ്പെടെ നമ്മൾ ബാക്ക് കെയറിന് വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യണം. നല്ലപോലെ തുടച്ച് സോപ്പ് കളയുക. ഇത് നല്ലതുപോലെ ഒപ്പിയെടുക്കുക, ഉണക്കുക. പ്രഷർ സോർ എന്താണെന്നുള്ളതും അത് എവിടേക്കാണ് ഉണ്ടാകുന്നുള്ളതും അറിഞ്ഞിരിക്കണം. ബെഡ് സോർ അല്ലെങ്കിൽ പ്രഷർ സോർ ഉണ്ടാകുന്നത് ശരീരഭാരം പേറുന്ന എല്ലുകളുടെ മുകളിലുള്ള തൊലിപ്പുറത്താണ് ഇതുണ്ടാകാൻ സാധ്യത. അത് സാധാരണയായി ഈ തലയുടെ പുറഭാഗം, ഈ രണ്ട് തോളെല്ലുകൾ, താഴോട്ട് വന്നാൽ ഈ സേക്രൽ ഏരിയ, ഈ ലംബാർ ഏരിയ, ബട്ടക്സ്, പിന്നെ ഈ കൈമുട്ടുകൾ, രണ്ട് കൈമുട്ടുകളും, അതുപോലെ മുട്ടിൻ്റെ അകഭാഗം, വരയുന്ന ഭാഗം, ഇങ്ങോട്ട് വന്നാൽ ഈ കണ്ണയ്ക്ക്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ടും ഈ തൊലിപ്പുറം പൊട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ ഭാഗം എല്ലാം നമ്മൾ നല്ലതുപോലെ തുറന്നിട്ട് വേണം ചെയ്യാനായിട്ട്. സാധാരണഗതിയിൽ ബാക്ക് കെയർ മിക്കവരും കൊടുക്കുന്നത് ഇവിടം വരെയേ ഉള്ളൂ. ഇവിടെ ഒന്നും ചെയ്യത്തില്ല, കാരണം ഇവിടെയാണ് കൂടുതലും സാധ്യത വരാനായിട്ട്. അപ്പോൾ നമ്മളിത് നല്ലതുപോലെ ചെയ്തില്ലെങ്കിൽ ഈ തൊലിപ്പുറം പൊട്ടിയാൽ അത് നമ്മൾ കാര്യമായിട്ട് എടുത്തില്ലെങ്കിൽ അത് ആഴത്തിൽ പോയി എല്ല് തെളിയുന്നത് വരെ ഇവിടെ ഈ വ്രണം വലുതായിക്കൊണ്ടിരിക്കും. പലപ്പോഴും അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടുതലും പരിചരിക്കുന്ന ആളുടെ ശ്രദ്ധക്കുറവ് മൂലമാണ് മിക്കവാറും ഇത് കൂടുതലായിട്ട് ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഒരു പ്രൊസീജിയർ എപ്പോഴും കൂടെ 2 മണിക്കൂർ, കിടക്ക രോഗിയുടെ 2 മണിക്കൂർ ഇടവിട്ട് അല്ലെങ്കിൽ 3 മണിക്കൂർ ഇടവിട്ട് കൂടെ ചെയ്യണം. അത് വണ്ണമുള്ള ആളാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു കിടത്തി ഈ വശം അങ്ങേ വശം കൂടി ചെയ്യണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇച്ചിരി മുറിവെണ്ണ. പലരും പല സാമഗ്രികൾ ഉപയോഗിക്കാറുണ്ട്. അതായത് ക്രീമുകൾ ഉപയോഗിക്കും, പലതരത്തിലുള്ള ക്രീമുകൾ ഉപയോഗിക്കാറുണ്ട്. എനിക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ മുറിവെണ്ണ എന്ന ആയുർവേദ എണ്ണയാണ്. കാരണം ഇതുകൊണ്ട് ഒരു ഉറുമ്പും ബെഡേ കയറത്തില്ല. ഇതുകൊണ്ട് നല്ലൊരു സൂതിങ് ഇഫക്റ്റ് രോഗിക്കുണ്ട്, ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നു. അതുകൊണ്ട് ഞാൻ മിക്കവാറും രോഗികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് മുറിവെണ്ണ ഉപയോഗിക്കുകയാണ്. ഇതൊരു പരസ്യമൊന്നുമല്ല, ഇതിൻ്റെ ഉപയോഗം ഓർത്ത് മാത്രം ഞാൻ പറയുന്നതാണ്. അപ്പോൾ നമ്മൾ തുടച്ചു, സോപ്പിട്ട് വൃത്തിയാക്കി. നമുക്കിന്ന് മാർക്കറ്റിൽ ധാരാളം സാധനങ്ങൾ കിട്ടും, പുറം തുടയ്ക്കാനും മേൽ തുടയ്ക്കാനും ഒക്കെ. അത് നമ്മൾ വാങ്ങിക്കണമെന്ന് നമ്മൾ തന്നെ തീരുമാനിച്ചാൽ മതി, അതിൻ്റെയൊക്കെ വിലയൊക്കെ ഓർത്ത്. നമുക്ക് വീട്ടിൽ ചെയ്യാനുള്ളത് ഒരു ബേസിന് വെള്ളമെടുത്ത് തുടച്ച് വൃത്തിയാക്കുന്നതാണ് രോഗിക്ക് ഏറ്റവും സൗഖ്യം പ്രദാനം ചെയ്യുന്നത്. നമ്മൾ എണ്ണ കുറച്ച് കയ്യിലെടുത്ത് തിരുമ്മി ഈ അടിയിൽ നിന്ന് തന്നെ മുകളിലോട്ട് അമക്കി തിരുമണം. 2 വശത്തേക്കും കൈ നല്ലതുപോലെ വിടർന്ന് അമക്കി തിരുമണം.
പിന്നെയും മുകളിലോട്ട് പോകണം. ഇതിങ്ങോട്ട് തിരിഞ്ഞും ഇവിടെ നല്ലതുപോലെ ചെയ്യുന്ന നമുക്കൊരു വശമുണ്ട്. ഇങ്ങനെ തിരിഞ്ഞ് നിന്നാൽ ഈ ഭാഗം, ഈ ബട്ടക്കുകളും ഈ ലംബാർ ഏരിയയും നല്ലതുപോലെ കുറേ നേരം തിരുമുന്ന രോഗിക്ക് ഒരു സന്തോഷമുള്ള സംഗതി, ഒരു സൗഖ്യമുണ്ട്, സുഖമുണ്ട്. അത് പലരും പറയാറുണ്ട്, അവിടെ ഒന്നുകൂടെ തിരുമിക്കുക, എനിക്കിഷ്ടമാണ് ആ തിരുമെന്ന് പറയും. അപ്പോൾ അത് നമ്മൾ ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. എത്ര പ്രാവശ്യം നമ്മൾ മുകളിലോട്ടും അടിയിലോട്ടും പോയാലും നല്ലതാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ഇങ്ങനെ നമ്മളൊന്ന് ടാപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ഇതൊക്കെ കുറേ നേരം ചെയ്യുന്നത് രോഗികൾക്ക് ഇഷ്ടമാണ്. കാരണം കുറേ നേരം കിടക്കുമ്പോൾ ഇവിടെ എല്ലാം അങ്ങ് കഴിച്ച് പൊട്ടും, അല്ലെങ്കിൽ ചൂട് പിടിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കൊരു കുറേ നേരത്തേക്ക് അവർക്ക് ഉറങ്ങാൻ സാധിക്കും, ഭക്ഷണം കഴിക്കാൻ സാധിക്കും, ഒന്ന് റെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞ് നമ്മളിതെല്ലാം മാറ്റുക, രോഗിയെ കംഫർട്ടബിളായിട്ട് കിടത്തുക, ഈ ഷീറ്റുകളൊക്കെ വലിച്ചിടുക. ബെഡ് സോർ തടയുന്നതിൽ പ്രധാനപ്പെട്ട വേറെ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, എപ്പോഴും നോക്കണം രോഗിയുടെ കിടക്കവിരികൾ ചുളിവുള്ളതാണോ അല്ലയോ എന്ന്. ഒരിക്കലും ചുളിവുള്ള ബെഡ്ഷീറ്റ് രോഗിയെ കിടക്കാൻ അനുവദിക്കരുത്. രണ്ടാമത് വെറ്റ് ഷീറ്റ്, നനഞ്ഞ ഷീറ്റുകളുണ്ടെങ്കിൽ അത് ഉടനെ മാറ്റണം. പിന്നെയുള്ള ഒരു കാര്യം, കൂടെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 2-3 മണിക്കൂർ ഇടവിട്ട് രോഗിയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യണം. അതുപോലെ മുതുക് പരിചരണം, ഇങ്ങനെ പരിചരണം കൊടുക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് രോഗിയുടെ ഭക്ഷണക്രമം. ഭക്ഷണക്രമത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് പ്രോട്ടീൻ, ഇരുമ്പ്, വൈറ്റമിൻ സി എന്നിവയടങ്ങിയ ഭക്ഷണപദാർത്ഥങ്ങൾ, അതായത് മുട്ട, പാല്, പയറുവർഗ്ഗങ്ങൾ, നെല്ലിക്ക, മഞ്ഞ നിറമുള്ള പഴങ്ങൾ, ഇതെല്ലാം രോഗിക്ക് നമ്മൾ സമർത്ഥമായി കൊടുക്കണം. ഇതെല്ലാം കൂടെ കൂടിച്ചേരുമ്പോഴാണ് രോഗിക്ക് ഒരു കിടക്കപ്പുണ്ണ് അല്ലെങ്കിൽ ബെഡ് സോർ ഉണ്ടാകാത്ത ഒരു സ്ഥിതി ഉണ്ടാകുന്നത്. ഇനി ബെഡ് സോർ ഉണ്ടോ എന്ന് നോക്കേണ്ടത് നമ്മുടെ ഒരു വലിയ കടമയാണ്. ഓരോ സമയം നമ്മൾ നോക്കണം അതിൻ്റെ ആരംഭം ഉണ്ടോ എന്നുള്ളത്. അതായത് ചിലപ്പോൾ തൊലി കറുത്ത കുടുക്ക കുത്തി, ചിലപ്പോൾ അത് പൊട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരിക്കലും പൊട്ടിക്കരുത്. അത് പൊട്ടിയാൽ തന്നെ അതിന് ഉള്ള പ്രതിവിധി നമ്മൾ കണ്ടെത്തണം. അത് തൊലി പൊട്ടുന്നതിന് മുമ്പേ ആണെങ്കിൽ കുടുക്ക കുത്തുന്ന സമയത്ത് ജംഗ്ഷൻ വലറ്റ് പുരട്ടണം. അഥവാ പൊട്ടിയാൽ മെട്രോജിൽ ജെൽ പോലുള്ള ക്രീം ഉപയോഗിച്ച്, അതാണെങ്കിൽ മണക്കത്തില്ല, അത് ഉപയോഗിച്ച് ഡ്രസ്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ബെഡ് സോർ വരാതിരിക്കാൻ നോക്കേണ്ടത് പരിഹരിക്കുന്ന ആളുടെ കടമയാണ്. മിക്കവാറും നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുവാണെങ്കിൽ രോഗി എത്ര നാൾ കിടന്നാലും ഈ പറഞ്ഞ ഭക്ഷണം കൂടെ ക്രമീകരിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും ബെഡ് സോർ ഉണ്ടാകാതെ. ഇത് കഴിഞ്ഞ് നമ്മൾ കൈ കഴുകണം, സാധനങ്ങളൊക്കെ മടക്കി വെക്കണം, ക്ലീൻ ചെയ്ത് ഇവിടെയൊക്കെ വൃത്തിയായിട്ട് ഇട്ടിട്ടേ പോകാവുള്ളൂ. പിന്നെ പറയാനുള്ളത്, ഈ പ്രൊസീജിയർ നിങ്ങളെല്ലാവരും കണ്ടു. നമുക്കെല്ലാവർക്കും ഇങ്ങനെയൊരു മസാജ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മളിത് മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുത്ത് പഠിച്ചാലേ അതിൻ്റെ സൗഖ്യം എന്താണെന്ന് അറിയത്തുള്ളൂ. അതുകൊണ്ട് ഇത് കൂടെ ഇത് ചെയ്ത് മറ്റുള്ളവർക്ക് ചെയ്ത് പഠിക്കണം. അതാണ് എൻ്റെ ഒരു വലിയ അപേക്ഷ. താങ്ക് യു.